ഉത്തരേന്ത്യയിൽ കനത്ത മഴ വിതച്ചത് വൻ നാശനഷ്ടം. ജമ്മു കശ്മീരിൽ മഴക്കെടുതിയിൽ മരിച്ചവരുടെ എണ്ണം 44ആയി. ജമ്മുവിലെ അന്താരാഷ്ട്ര അതിർത്തിയിൽ BSF ജവാൻ റജിബ് നുനിയ ഒഴുക്കിൽപ്പെട്ട് മരിച്ചു. ഉത്തരാഖണ്ഡിൽ മഴ ശക്തമായതോടെ യമുന നദി ഡൽഹിയിലും കരകവിഞ്ഞൊഴുകുകയാണ്. ഡൽഹിയിൽ യമുന തീരത്ത് നിന്ന് അനൂപ് ദാസ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കനത്ത മഴയുടെ ദുരിതം പേറുകയാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളാകെ. ഇന്നും ഏറ്റവും ഒടുവിൽ മണാലിയിൽ നിന്ന് കുളുവിലേക്കുള്ള റോഡ് സമ്പൂർണ്ണമായി തകർന്നു. യാത്ര അസാധ്യം എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. ജമ്മു കാശ്മീരിൽ മരണസംഖ്യ 44 കടന്നിരിക്കുന്നു. എന്തായാലും ഡൽഹിയിൽ കൂടുതൽ കരുതലിലേക്ക് സർക്കാരും സംവിധാനങ്ങളും കടക്കുകയാണ്. ഉത്തരാഖണ്ഡിലൊക്കെ അതിശക്തമായ മഴയുണ്ട്. അവിടെ യമുന നദി കരകവിഞ്ഞൊഴുകുന്നു. ഡൽഹിയിലും ഇന്നലെ രാത്രി മുതൽ യമുന നദി അപകടാവസ്ഥയ്ക്ക് മുകളിലാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് കാണാം, യമുന നദിയോരത്ത് താമസിക്കുന്ന ആളുകളെ പ്രളയ ദുരിതത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം ഒരുക്കിയിരിക്കുകയാണ്. ഇങ്ങനെ ടെന്റുകൾ, നിരവധി ടെന്റുകളാണ് മയൂർ വിഹാർ ഭാഗത്ത് പണിതിരിക്കുന്നത്. നദിയോരത്ത് താമസിക്കുന്ന കർഷകരായിട്ടുള്ള 100 കണക്കിന് കുടുംബങ്ങളുണ്ട്. അവർക്ക് താമസിക്കാനുള്ള, രാത്രികാലങ്ങളിൽ കഴിയാനുള്ള സംവിധാനം ഒരുക്കിയിരിക്കുന്നു. ഡൽഹിയിൽ കാര്യമായ മഴ മുന്നറിയിപ്പില്ല. പക്ഷേ ഉത്തരാഖണ്ഡിലൊക്കെ പെയ്ത മഴ വലിയ ശക്തിയായി യമുനയിലൂടെ ഒഴുകി ഇങ്ങോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. നേരത്തെയും ഡൽഹിയിൽ പ്രളയമുണ്ടായത് അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ വലിയ മുൻകരുതൽ ഇവിടെ ഉണ്ട്. अब बढ़ेगा क्या होगा, वैसे तो हम टेंट में ही रह रहे हैं. सारी फैसिलिटी दे रखी है हमको, कोई दिक्कत नहीं है उससे. खाना भी टाइम से मिल रहा है, दोपहर को शाम को रहने की सुविधा, पंखे सब दे रखे हैं. ജമ്മു കാശ്മീരിൽ അവിടെ പ്രളയ മേഖലയിൽ നിന്ന് വെള്ളം വലിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. നിരവധി വീടുകൾ തകർന്നതിന്റെ ദൃശ്യമാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് പുറത്തു വന്ന് കാണാൻ കഴിയുന്നത്. ഡൽഹിയിൽ നിന്ന് വൈശാഖ് ജയപാലിനൊപ്പം അനൂപ് ദാസ്, മാതൃഭൂമി ന്യൂസ്.